കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ കോൺഗ്രസ് പ്രവർത്തകർ കെഎസ്ആർടിസി ബസ് തടഞ്ഞു. മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടയുകയും കടകളടപ്പിക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും സർവീസ് നടത്തുന്നുണ്ട്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഹർത്താൽ. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ഷംസീർ, കോഴിക്കോട്ടെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകളും വാഹനങ്ങളും ഒക്കെ തടയുന്നുണ്ടോ? കടകളൊക്കെ ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയിലാണോ? ദിവ്യ, രാവിലെയൊക്കെ സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും ഒക്കെ സർവീസ് നടത്തിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയം മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും സർവീസ് നടത്തിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും ഉൾപ്പെടെ തടയുകയും ചെയ്തു. ഇവിടെ നിന്ന് ആളുകളുമായി ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് പോവുകയായിരുന്ന ബസ്സുകൾ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തേണ്ടതില്ലാത്ത നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് മുക്കത്തും കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. രാവിലെ കാര്യമായ പ്രതിഷേധമില്ലാത്ത സാഹചര്യത്തിലാണ് ബസ്സുകളൊക്കെ സർവീസ് നടത്തി തുടങ്ങിയിരുന്നത്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് തടയുന്ന കാഴ്ചകൾ കൂടി കാണുന്നത്. കടകമ്പോളങ്ങളും ഏറെക്കുറെ തുറന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൽ ചിലയിടങ്ങളിൽ അടച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പ്രാദേശിക തലങ്ങളിലൊക്കെ കടകമ്പോളങ്ങളും തുറന്നിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇന്നലെ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ CPM പ്രവർത്തകരുടെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കടകമ്പോളങ്ങൾ തുറക്കുമെന്നും ബസ്സുകൾ സർവീസ് നടത്തുമെന്നും നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ബസ്സുടമകളുമൊക്കെ വ്യക്തമാക്കിയിരുന്നത് കൂടിയാണ്. അതിനിടയിലാണിപ്പോൾ ഈ ഓടുന്ന ബസ്സുകൾ കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നത്. അല്പസമയത്തിനകം തന്നെ DCCയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ കൂടി ഉണ്ടാകും. ഏറെക്കുറെ സമാധാനപരമായി തുടർന്നു പോന്നിരുന്ന ഹർത്താലാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ ഇറങ്ങുകയും ബസ്സുകൾ തടയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ, മറ്റു വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അന്തർജില്ലാ സർവീസ് നടത്തുന്ന ബസ്സുകളെയും കടത്തിവിടുന്നുണ്ട്. ജില്ലയ്ക്കകത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് തടയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പാളയം സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബസ്സാണ് ഇപ്പോൾ പ്രവർത്തകർ സർവീസ് നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദിവ്യ, ഈ നിലയ്ക്കുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ. ഇതൊരു 10-15 മിനിറ്റ് മുൻപ് തുടങ്ങിയ പ്രതിഷേധമാണ്. നേരത്തെ ഈ നിലയ്ക്കുള്ള ബസ് തടയലൊന്നും കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുക്കത്ത് കടകൾ അടപ്പിക്കുകയും സ്വകാര്യ ബസ്സുകളും KSRTCയും ഉൾപ്പെടെ നേരത്തെ അവിടെ തടഞ്ഞിരുന്നുവെങ്കിലും കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തകർ ഇറങ്ങിയിരുന്നില്ല. ഇതൊരു 15 മിനിറ്റിന് മുമ്പാണ് ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടയുന്നത്. കൂടുതലും ജില്ലയ്ക്കകത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് തടയുന്നത്. ഈ ബസ് ഇപ്പോൾ ആളുകളെ കയറ്റി വരുന്ന ബസ്സാണിത്. മാനാഞ്ചിറ പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ബസ് ഇപ്പോൾ ഇവിടെ അവർ തടയുകയാണ്. ഇങ്ങനെ നിരവധി ബസ്സുകൾ ഇതോടകം തന്നെ പ്രവർത്തകർ തടയുന്നുണ്ട്. സ്റ്റാൻഡിലേക്ക് സർവീസ് പൂർത്തിയാക്കി വരുന്ന ബസ്സുകളോട് തുടർന്ന് സർവീസ് നടത്തരുത് എന്നുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. ഏതായാലും ഹർത്താൽ ഇതുവരെ സമാധാനപൂർണ്ണമായി മുന്നോട്ട് പോയിരുന്ന ഹർത്താലാണ് ഇപ്പോൾ പ്രവർത്തകർ ഇടപെട്ട് വാഹനങ്ങൾ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുക്കത്തെ ചെറിയൊരു സംഘർഷാവസ്ഥ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെവിടെ നിന്നും സംഘർഷ സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPM അതിക്രമം കാട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അല്പസമയത്തിനകം തന്നെ നടക്കാവിൽ നിന്ന് തുടങ്ങുന്ന DCCയുടെ പ്രതിഷേധ പ്രകടനം കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തും എന്നാണ് വ്യക്തമാകുന്നത്.